ഒരാഴ്ചയിൽ നടന്ന വാർത്താ ചിത്രങ്ങളിലൂടെ ഒരു തിരിഞ്ഞുനോട്ടം. നമസ്കാരം, വാരാന്ത്യ വാർത്തയിലേക്ക് സ്വാഗതം. ആദ്യം പോയ വാരത്തെ പ്രധാന തലക്കെട്ടുകളിലൂടെ. കോൺഗ്രസിന് മതനിരപേക്ഷ മനസ്സ് നഷ്ടപ്പെട്ടു, ഇപ്പോഴുള്ളത് RSS മനസ്സ് എന്ന് പിണറായി. തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ വേറിട്ട വഴി തേടി കെ സുധാകരന്റെ പ്രചരണം. കണ്ടൽക്കാട്ടിൽ മാലിന്യം തള്ളി വാഹന സർവീസ് സെന്ററിന് പിഴ ചുമത്തി എൻഫോഴ്സ്മെന്റ്. പാറക്കണ്ടിയിൽ കടക്ക് ലൈസൻസ് അനുവദിക്കുന്നില്ല എന്ന് പരാതി, നടപടിക്കൊരുങ്ങി ലിയോണാർഡ് ജോൺ. ഒറ്റത്തവണ നിരോധിത പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ പിടികൂടി, വയക്കരയിൽ സ്ഥാപനങ്ങൾക്ക് പിഴ. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ EP BJPയിലേക്ക് പോകുമെന്ന ഗുരുതര ആരോപണവുമായി കെ സുധാകരൻ. സുധാകരന് മരുന്ന് കഴിക്കാത്തതിന്റെ തകരാറെന്ന് EPയും. 18ാം ലോക്സഭയിൽ വിധിയെഴുതി കേരള ജനത. ഇനി കാത്തിരിപ്പിന്റെ നാൾവഴികൾ. തെരഞ്ഞെടുപ്പ് ദിനം ആദ്യം തന്നെ സമ്മതിദാനം വിയോഗിച്ച് രാഷ്ട്രീയ പ്രമുഖർ. വിദ്യാഭ്യാസ മേഖലയിൽ ABCയുടെ പുത്തൻ കാൽവെപ്പ്. ഇനി തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം എളുപ്പം. മലബാർ ഗോൾഡൻ ഡയമണ്ട്സിന്റെ നവീകരിച്ച പുതിയ വലിയ ഷോറൂം. കേരളം തിരഞ്ഞെടുപ്പ് ചൂടിലൂടെ കടന്നുപോകുന്ന ഒരാഴ്ചയിലൂടെയാണ് വാരാന്ത്യവും ഇത്തവണ കടന്നുപോകുന്നത്. നോക്കാം വിശദമായ വാർത്തകൾ. കോൺഗ്രസിന് മതനിരപേക്ഷ മനസ്സ് നഷ്ടപ്പെട്ട് RSS മനസ്സായി എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. RSS BJP അജണ്ട നടപ്പിലാക്കുമ്പോൾ മതനിരപേക്ഷ പാർട്ടിയെന്ന് അവകാശപ്പെടുന്ന കോൺഗ്രസ് മിണ്ടുന്നില്ല. രാഹുൽ ഗാന്ധി നടത്തിയ യാത്രയിൽ പോലും പൗരത്വ ഭേദഗതിയെപ്പറ്റി മിണ്ടിയിട്ടില്ലെന്നും പിണറായി പറഞ്ഞു. മട്ടന്നൂരിൽ MP ജയരാജന്റെ തെരഞ്ഞെടുപ്പ് റാലി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു പിണറായി വിജയൻ. കോൺഗ്രസിന്റെ പ്രകടന പത്രികയിൽ പോലും ഇതിനെതിരെ പരാമർശം ഇല്ല. പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ ഡൽഹിയിൽ നടന്ന പ്രക്ഷോഭത്തിൽ ഒരു കോൺഗ്രസ് നേതാക്കളെയും മോദിയുടെ പോലീസ് അറസ്റ്റ് ചെയ്തില്ലെന്നും BJPക്ക് തുടർഭരണം ദുഷ്കരമായപ്പോൾ RSSന്റെ തീവ്ര അജണ്ട നടപ്പിലാക്കാൻ തുടങ്ങിയെന്നും മട്ടന്നൂരിൽ MP ജയരാജന്റെ തെരഞ്ഞെടുപ്പ് റാലി ഉദ്ഘാടനം ചെയ്ത് പിണറായി വിജയൻ പറഞ്ഞു. RSS അജണ്ട നടപ്പാക്കുമ്പോൾ കോൺഗ്രസ് മതനിരപേക്ഷ പാർട്ടിയാണെന്ന് അവകാശപ്പെടുന്ന കോൺഗ്രസ് അതിനെ എതിർക്കാൻ പോലും തയ്യാറാകാത്തത്. KPCCയുടെ പ്രസിഡന്റിന് ചുമതല വഹിക്കുന്ന UDF കൺവീനർ അദ്ദേഹം കാര്യങ്ങൾ തുറന്നു പറഞ്ഞു. ഞങ്ങൾക്ക് ഈ കാര്യം ഉൾപ്പെടുത്താൻ മനസ്സില്ല, അത് നിങ്ങൾക്ക് എന്താ എന്നാണ് ചോദിച്ചത്. അതാണ് ന്യായം. നിങ്ങൾക്ക് മനസ്സില്ല. ഏത് മനസ്സാ നഷ്ടപ്പെട്ടത്? മതനിരപേക്ഷ മനസ്സ്. നിങ്ങൾ ചേരുന്ന മനസ്സ് സംഘപരിവാർ മനസ്സ്. അതാണ് ആലോചിക്കേണ്ടത്. മതനിരപേക്ഷ മനസ്സ് നഷ്ടപ്പെട്ട് സംഘപരിവാർ മനസ്സിനോടൊപ്പം ചേരാൻ എങ്ങനെ നിങ്ങൾക്ക് കഴിഞ്ഞു? ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്. ഇരു മുന്നണികളും പലതരത്തിലും പ്രചരണ പരിപാടികൾ സംഘടിപ്പിച്ചിരുന്നുവെങ്കിലും UDF സ്ഥാനാർത്ഥി കെ സുധാകരന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണം അല്പം വേറിട്ടതായിരുന്നു. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് യുഗത്തിലും കാഹളത്തിലൂടെ പ്രചരണം നടത്തിയാണ് സുധാകരന്റെ പ്രചരണത്തിന് വേറിട്ട വഴി തേടിയത്. പുതുമയിലും പഴമ നിലനിർത്തുന്ന പ്രചരണമായത് മാറി. ധർമ്മട നിയോജക മണ്ഡലത്തിലെ കടമ്പൂരിലെ കോൺഗ്രസ് പ്രവർത്തകരാണ് പുതുമയിലും പഴമ നിലനിർത്തി വോട്ടഭ്യർത്ഥന നടത്തിയത്. കാണാം ആ വേറിട്ട കാഴ്ചകൾ. ആസന്നമായ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കണ്ണൂർ പാർലമെന്റ് നിയോജക മണ്ഡലത്തിൽ നിന്നും ഐക്യ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന ശ്രീമാൻ കെ സുധാകരന് അദ്ദേഹത്തിന്റെ തിരഞ്ഞെടുപ്പ് ചിഹ്നമായ കൈയടയാളത്തിൽ നിങ്ങളുടെ വിലയേറിയ വോട്ടവകാശം രേഖപ്പെടുത്തി ശ്രീമാൻ കെ സുധാകരന് വമ്പിച്ച ഭൂരിപക്ഷത്തോടുകൂടി വിജയിപ്പിക്കണമെന്ന് ഞങ്ങൾ സവിനയം അഭ്യർത്ഥിക്കുന്നു. കണ്ടൽക്കാട്ടിൽ മാലിന്യം തള്ളിയ വാഹന സർവീസ് സെന്ററിന് 25,000 രൂപ പിഴ ചുമത്തി തുടർ നടപടികൾ സ്വീകരിക്കാൻ ജില്ലാ എൻഫോഴ്സ്മെന്റ് തീരുമാനം. തോട്ടടയിലെ ടാറ്റ സർവീസ് സെന്ററായ പോപ്പുലർ മെഗാ മോട്ടോഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന സ്ഥാപനത്തിനാണ് 25,000 രൂപ പിഴ കൊടുക്കേണ്ടത്. വർക്ക്ഷോപ്പ് മാലിന്യങ്ങളാണ് അപകടകരമായ രീതിയിൽ ജലാശയത്തിലേക്ക് തള്ളിയത്. 1 ടണ്ണിലധികം മാലിന്യം സ്ഥാപനത്തിന്റെ ചെലവിൽ 1 മണിക്കൂറിനകം നീക്കം ചെയ്യിപ്പിച്ചു. റോഡിൽ ജൈവ മാലിന്യങ്ങൾ കൂട്ടിക്കലർത്തി നിക്ഷേപിച്ചതിന് തൃക്കപ്പാലത്തെ ദേവ് ബേക്കറിക്കും 5,000 രൂപ സ്ക്വാഡ് പിഴ ചുമത്തിയിട്ടുണ്ട്.
കടമ്പൂർ പഞ്ചായത്തിലെ മമ്മാക്കുന്നിനു സമീപം 6-ാം വാർഡിലെ കണ്ടൽക്കാടുകളിലാണ് വ്യാപകമായി മാലിന്യ നിക്ഷേപം നടക്കുന്നതെന്ന് പരാതി ഉയർന്നത്. തുടർന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് നടത്തിയ പരിശോധനയിൽ മാലിന്യം തള്ളിയ 2 സ്ഥാപനങ്ങളെ കണ്ടെത്തി പിഴ ചുമത്തി തുടർ നടപടികൾക്കായി കടമ്പൂർ ഗ്രാമപഞ്ചായത്തിന് നിർദ്ദേശം നൽകി. ഇതിൽ അപകടകരമായ മാലിന്യങ്ങൾ ഉൾപ്പെടെയുള്ള വർക്ക്ഷോപ്പ് അവശിഷ്ടങ്ങൾ, പ്ലാസ്റ്റിക് കവറുകൾ, എയർ ഫിൽട്ടറുകൾ, ഓയിൽ ക്യാനുകൾ, കോട്ടൺ വേസ്റ്റ്, സ്പെയർ പാർട്സിന്റെ അവശിഷ്ടങ്ങൾ എന്നിവ നിക്ഷേപിച്ച തോട്ടടയിലെ ടാറ്റയുടെ സർവീസ് സെന്റർ ആയ പോപ്പുലർ മെഗാ മോട്ടോഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന സ്ഥാപനത്തിന് 25,000 രൂപ പിഴ ചുമത്തി. ഈ സ്ഥാപനത്തിൽ നിന്നും കണ്ടൽക്കാട്ടിലും റോഡിലുമായി നിക്ഷേപിച്ച അപകടകരമായ ഉൾപ്പെടെ 1 ടണ്ണിലധികം മാലിന്യം സ്ഥാപനത്തിന്റെ ചെലവിൽ 1 മണിക്കൂറിനകം സ്ക്വാഡ് നീക്കം ചെയ്യിപ്പിച്ചു. ജലാശയങ്ങൾ മലിനപ്പെടുത്തുന്ന രീതിയിൽ മാലിന്യം നിക്ഷേപിച്ചതിന് പഞ്ചായത്ത് രാജ് ആക്ട് പ്രകാരം 25,000 രൂപയാണ് സ്ഥാപനത്തിന് പിഴ ചുമത്തിയത്. ഇതേ സ്ഥലത്തിന് സമീപത്തായി റോഡിൽ ജൈവ അജൈവ മാലിന്യങ്ങൾ കൂട്ടിക്കലർത്തി നിക്ഷേപിച്ചതിന് പേർലശ്ശേരി പഞ്ചായത്തിലെ തൃക്കപ്പാലം ദേവം ബേക്കറിക്കും 5,000 രൂപ സ്ക്വാഡ് പിഴ ചുമത്തി. വരും ദിവസങ്ങളിലും പരിശോധന തുടരുമെന്നും മാലിന്യം തള്ളുന്ന വണ്ടികൾ പിടിച്ചെടുക്കുമെന്നും എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് അറിയിച്ചു. പരിശോധനയിൽ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് ലീഡർ സുധീഷ് EP, എൻഫോഴ്സ്മെന്റ് ഓഫീസർ KR അജയകുമാർ, ഷെരീഖ് അൻസാർ, കടമ്പൂർ പഞ്ചായത്ത് ഹെൽത്ത് ഇൻസ്പെക്ടർ അനീസ് മുഹമ്മദ് NV തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്. കണ്ണൂർ കോർപ്പറേഷൻ പരിധി പാറക്കണ്ടിയിൽ കടയ്ക്ക് ലൈസൻസ് അനുവദിക്കുന്നില്ലെന്ന് പരാതി. വീടിനോട് ചേർന്നുള്ള കടമുറിയിൽ സംരംഭം തുടങ്ങാൻ അപേക്ഷ നൽകിയിട്ടും ലൈസൻസ് അനുവദിക്കുന്നില്ലെന്ന് കറുവപ്പട്ട കർഷകനും വിവരാവകാശ ആക്ടിവിസ്റ്റുമായ ലിയോണാർഡ് ജോൺ പറഞ്ഞു. ലൈസൻസിനു വേണ്ടി കോർപ്പറേഷൻ ഓഫീസിൽ കഴിഞ്ഞ 1 മാസക്കാലമായി കയറി ഇറങ്ങുകയാണെന്നും ലിയോണാർഡ് പറഞ്ഞു. ഒന്ന് ജീവകാന്തും ഒന്ന് രഘുവും. ജീവകാന്ത് ഇവിടെ സീരിയൽസ് എന്ന് പറഞ്ഞാൽ ധാന്യങ്ങൾ വിൽക്കാൻ വേണ്ടിയിട്ട് ലൈസൻസ് മേടിച്ച്, പക്ഷേ 500 രൂപ വാടക, 250 സ്ക്വയർ ഫീറ്റ് കടയാണ്, പ്രൈം ലൊക്കേഷനാണ്. ഈ 2 കടയിൽ കൂടി എങ്ങനെ വന്നാലും ഇന്നത്തെ റേറ്റ് അനുസരിച്ച് ഒരു 25,000 രൂപ കിട്ടും. അവിടെ ഒരു 1,000 രൂപയാണ് വാടക തരേണ്ടത്. അവർ 10 വർഷമായിട്ട് 1 നയാ പൈസ വാടക തന്നിട്ടില്ല. എന്നിട്ട് ജീവകാന്ത് എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഈ കട ഡെയിലി റെൻ്റ് 500 രൂപയ്ക്ക് പറിച്ചു കൊടുത്തൊരു കാർത്തിക് എന്ന് പറഞ്ഞൊരു തമിഴിനെ തേക്കാനായിട്ട്. അപ്പോൾ രഘു ആണെങ്കിൽ ഇതിൻ്റെ അകത്ത് മാന്യമായിട്ട് പ്രാവിനെ വളർത്തി. ജീവകാന്തിന് രഘുവിന് ലൈസൻസും ഇല്ല ഈ പ്രാവിനെ വളർത്താനായിട്ട്. അത് നാച്ചുറലി അവർ കൊടുക്കത്തില്ല മുനിസിപ്പാലിറ്റി. എന്നാൽ ഈ 2 പേർക്കെതിരെ ഇത്രയും വർഷമായിട്ട് ഒരു ആക്ഷനും മുനിസിപ്പാലിറ്റി ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ് എടുത്തിട്ടില്ല. അപ്പോൾ അതിൻ്റെ അകത്ത് വൻ അഴിമതിയാണ് നടന്നുകൊണ്ടിരുന്നത്. ഇപ്പം ഞാൻ എന്ത് ചെയ്തു, കേസ് കൊടുത്ത് ഒരു വർഷം മുമ്പേ കേസ് കൊടുത്ത് അതിൻ്റെ ഓർഡർ വെച്ച് ഞാൻ 2ാമത് അപ്ലൈ ചെയ്ത് എൻ്റെ പേരിലേക്ക് മാറ്റി തരാൻ നോക്കുമ്പോൾ അവർ മരിച്ചാലും മാറ്റി തരാൻ തയ്യാറല്ല. അവരിപ്പോൾ ജീവകാന്തിൻ്റെ പേരിൽ ലൈസൻസ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാർത്തിക്കിന് വാടക കൊടുത്ത നടന്നിട്ട് അയാൾക്കെതിരെ ആക്ഷൻ എടുക്കാതെ ഇപ്പോഴും അയാളുടെ പേര് ജീവകാന്തിൻ്റെ പേരിലാണ് ഈ കട വെച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിന് ഞാൻ പോയി അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ പറഞ്ഞ് ഈ കട മാറ്റണമെന്നുണ്ടെങ്കിൽ നിങ്ങളെ കോടതി ഓർഡറൊന്നും ഞങ്ങൾക്ക് പറ്റത്തില്ല. ജീവകാന്തിൻ്റെ കാല് പിടിച്ച് 12 വർഷം കേസ് നടത്തിയ ആളുടെ കാല് പിടിച്ച് അയാൾ സമ്മതം പത്രം എഴുതി തന്നാൽ മാത്രമേ ഈ കട നിങ്ങളുടെ പേരിലേക്ക് മാറ്റാൻ പറ്റത്തുള്ളൂ. കോർപ്പറേഷൻ ഹെൽത്ത് വിഭാഗം ജീവനക്കാരാണ് ലൈസൻസ് അനുവദിക്കാതെ ബുദ്ധിമുട്ടിക്കുന്നതെന്നാണ് ലിയണാർഡ് ജോൺ പറയുന്നത്. വ്യാജ കറുവപ്പട്ട സുലഭമായതോടെ കറുവപ്പട്ടയിൽ നിന്നും യാതൊരു ആദായവും ലഭിക്കാതിരുന്നതോടെയാണ് ബിസിനസ് ചെയ്യാനായി ഇറങ്ങിയത്. സ്വന്തം പേരിലുള്ള ഷോപ്പ് മുറിയിൽ സ്പൈസസ് ബിസിനസ് തുടങ്ങാൻ കഴിഞ്ഞ മാർച്ച് 18-ന് അക്ഷയ കേന്ദ്രം മുഖേന അപേക്ഷ നൽകുകയും ചെയ്തു. നേരത്തെ കട നടത്തിയിരുന്നയാളെ വാടക നൽകാത്തതിനാൽ കോടതി മുഖാന്തരം ഒഴിപ്പിക്കുകയായിരുന്നു. കോടതി വിധിയെ തുടർന്ന് നേരത്തെ കട നടത്തിയ വ്യക്തി താക്കോലും ഏൽപ്പിച്ചു. ഇപ്പോൾ ഹെൽത്ത് ഉദ്യോഗസ്ഥർ ഇദ്ദേഹവുമായി രമ്യതയിലെത്തണമെന്ന വിചിത്ര ന്യായം പറഞ്ഞാണ് അപേക്ഷ പരിഗണിക്കാത്തതെന്നും ലിയണോർഡ് കുറ്റപ്പെടുത്തി. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്. കേരളത്തിലെ നമ്പർ 1 ഫാഷൻ ഡിസൈനിങ് ആൻഡ് കോസ്മെറ്റോളജി കോളേജ് GITDയിൽ SSLC +2 കഴിഞ്ഞവർക്ക് ഉടൻ ജോലി ലഭിക്കുന്ന കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. BSc in Fashion Designing, Professional Diploma in Fashion Designing, Advanced Diploma in Fashion Designing and Diploma in Fashion Designing. പരിചയസമ്പന്നരായ അധ്യാപകരുടെ നേതൃത്വത്തിലുള്ള പരിശീലനം, മിതമായ ഫീസ്. പ്രൊഫഷണൽ ഡിപ്ലോമ ഇൻ ബ്യൂട്ടീഷ്യൻ ആൻഡ് കോസ്മെറ്റോളജി, അഡ്വാൻസ്ഡ് ഡിപ്ലോമ ഇൻ ബ്യൂട്ടീഷ്യൻ ആൻഡ് കോസ്മെറ്റോളജി ആൻഡ് ഡിപ്ലോമ ഇൻ ബ്യൂട്ടീഷ്യൻ ആൻഡ് കോസ്മെറ്റോളജി. പരിചയസമ്പന്നരായ അധ്യാപകരുടെ നേതൃത്വത്തിലുള്ള പ്രീ പ്രൈമറി ടീച്ചർ ട്രെയിനിംഗ് കോഴ്സ്.
എല്ലാ വർഷവും നടന്നുവരുന്ന ഡിസൈനേഴ്സ് ഷോ GITDയുടെ മാത്രം പ്രത്യേകതയാണ്. GITD എന്റെ അഭിമാനം, എന്റെ മേൽവിലാസം. Maharani Jewellers, Bank Road, Kannur, AVK Nair Road, Talasheri, MO Road, Thrissur. വയക്കര ഗ്രാമപഞ്ചായത്ത് പരിധിയിലെ പരിശോധനയിൽ നിരോധിത ഒറ്റത്തവണ ഉപയോഗ വസ്തുക്കൾ പിടികൂടി. പാടിയോട്ടുചാലിലെ പുലരി സ്റ്റോറിൽ നിന്നും 70 കിലോയിലധികം നിരോധിത പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങളാണ് സ്ക്വാഡ് കണ്ടെടുത്തത്. പഞ്ചായത്ത് പരിധിയിലെ അപ്സര ഗിഫ്റ്റ്സിനും ഗാലക്സി കോംപ്ലക്സിനും പിഴ ചുമത്തിയിട്ടുണ്ട്. ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് പെരിങ്ങോം വയക്കര പഞ്ചായത്ത് പരിധിയിൽ നടത്തിയ പരിശോധനയിലാണ് നിരോധിത ഒറ്റത്തവണ ഉപയോഗ വസ്തുക്കളായ പേപ്പർ കപ്പുകൾ, പ്ലാസ്റ്റിക് ക്യാരി ബാഗുകൾ, പേപ്പർ വാഴയിലകൾ തുടങ്ങിയവ പിടിച്ചെടുത്തത്. പാടിയോട്ടുചാലിലെ പുലരി സ്റ്റോഴ്സ് എന്ന സ്ഥാപനത്തിൽ നിന്നാണ് 70 കിലോയിലധികം നിരോധിത പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ സ്ക്വാഡ് കണ്ടെത്തിയത്. പ്ലാസ്റ്റിക് ക്യാരി ബാഗ് സൂക്ഷിച്ചതിന് പാടിയോട്ടുചാലിലെ അപ്സര ഗിഫ്റ്റ്സ് ആൻഡ് ടോയ്സ് എന്ന സ്ഥാപനത്തിനും സ്ക്വാഡ് പിഴ ചുമത്താൻ നിർദ്ദേശം നൽകി. ഇരു സ്ഥാപനങ്ങൾക്കും 10,000 രൂപ വീതം പിഴ ഈടാക്കാൻ പഞ്ചായത്തിന് നിർദ്ദേശം നൽകി. പ്ലാസ്റ്റിക് അടങ്ങിയ മാലിന്യം കൂട്ടിയിട്ട് കത്തിച്ചതിന് പാടിയോട്ടുചാലിലെ ഗാലക്സി കോംപ്ലക്സിനും 5,000 രൂപ പിഴ ചുമത്തി. പരിശോധനയിൽ ടീം ലീഡർ അഷ്റഫ് PP, സ്ക്വാഡ് അംഗം നിതിൻ വത്സരൻ, പെരിങ്ങോം വയക്കര ഗ്രാമപഞ്ചായത്ത് ഹെൽത്ത് ഇൻസ്പെക്ടർ സ്വപ്ന K എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്. തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ EP ജയരാജൻ BJPയിൽ പോകുമെന്ന് K സുധാകരൻ. പാർട്ടി സെക്രട്ടറി സ്ഥാനം MV ഗോവിന്ദന് നൽകിയതിൽ EP നിരാശൻ. ശോഭാ സുരേന്ദ്രനും രാജീവ് ചന്ദ്രശേഖരനും EP-യുമായി ചർച്ച നടത്തിയിട്ടുണ്ട്. മഹാരാഷ്ട്ര ഗവർണർ പദവി വാഗ്ദാനം ചെയ്തിട്ടുണ്ട് എന്നും K സുധാകരൻ കണ്ണൂരിൽ പറഞ്ഞു. സുധാകരൻ പോകുന്നു. ഞാനല്ല പോകുന്നത്, EP ജയരാജനാണ്. EP ജയരാജൻ്റെ ചർച്ച കഴിഞ്ഞു. പിന്നെ ഈ ശോഭാ മുഖാന്തരം നടത്തിയ ചർച്ച നടന്നു. ചന്ദ്രശേഖരനും ചർച്ച നടന്നു ഒരു പരിധി വരെ എല്ലാം കടന്നങ്ങോട്ട് എത്തിയപ്പോൾ പാർട്ടിയിൽ നിന്ന് ഭയങ്കരമായ ഭീഷണി ജയരാജനെ ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തൽക്കാലം പുള്ളി പിന്നോട്ട് മാറിയിട്ടുണ്ട്. പക്ഷെ ഇനിയിപ്പോൾ ഇലക്ഷൻ കഴിഞ്ഞാൽ എന്താണ് എന്നറിയില്ല. പിന്നെ ഞാൻ ചോദിക്കുന്നത്, അതിനകത്ത് ആരാ CPM ഇവരെ BJP-കാരെ എന്നെ വിമർശിക്കുന്നവരാരാ? ഗോവിന്ദ മാഷുണ്ടോ? ഗോവിന്ദ മാഷ് അടുത്ത ദിവസം എല്ലാം ഒരു ചർച്ച കാണിച്ചു തരാൻ പറ്റും, സ്റ്റേറ്റ്മെന്റ് കാണിച്ചു തരാൻ പറ്റുമോ? 6 മാസമായിട്ട് പുള്ളിൻ്റെ ഒരു സ്റ്റേറ്റ്മെന്റ് ഇല്ലല്ലോ. EP 6 മാസമായി ഒരു സ്റ്റേറ്റ്മെന്റ് ഇറക്കിയിട്ടല്ലോ. എന്തുകൊണ്ടാണ് നിങ്ങൾ അവരെയൊന്നും BJP-യിലേക്ക് പോകുന്നു? ഞാനെന്ത് പഴിച്ചിട്ടാ നിങ്ങൾ ഈ പോകുന്നെന്ന് പറയുന്നതിന്റെ പൊരുള്? ആരെ ചർച്ച? ഗൾഫിൽ വെച്ചാണ് നടത്തിയത്. ഈ തൃശ്ശൂര് രാമനിലയത്തിലേക്ക് വിളിച്ചു എന്ന് പറയുന്നത് അതുണ്ടാകാം. പക്ഷെ ഗൾഫിലാണ് ഫസ്റ്റ് ചർച്ച നടന്നത്, ഗൾഫിലാണ്. തനിക്കെതിരായ ആരോപണങ്ങൾ പരാജയ ഭീതി കാരണമാണെന്ന് EP ജയരാജൻ. BJP-യിലേക്ക് പോവുകയാണെന്ന K സുധാകരന്റെ പ്രസ്താവനയോട് കണ്ണൂരിലെ അരോളിയിലെ വീട്ടിൽ പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. സുധാകരൻ എത്ര തവണ BJP-യിലേക്ക് പോകാൻ ശ്രമിച്ചു? BJP-യിലേക്ക് ചേരാനായി സുധാകരൻ ചെന്നൈ വരെ പോയിട്ടുണ്ടെന്നും EP പറഞ്ഞു. എനിക്ക് BJP-യിലേക്ക് മാർക്സിലേക്ക് പോകേണ്ട ആവശ്യം എനിക്കില്ല. ഞാൻ അവർക്കെതിരെ പൊരുതി വന്നവനാണ്. എന്നെ കൊല്ലാൻ നിരവധി തവണ RSSകാർ ബോംബെറിഞ്ഞതാണ്. പാനൂരിൽ വെച്ച് ഒരു തവണയല്ല, 3 തവണ എന്നെ ബോംബെറിഞ്ഞതാണ്. ഒരു തവണ ഞാൻ ബോംബെറിഞ്ഞിട്ട് തലശ്ശേരി ആശുപത്രിയിലായിരുന്നു. 3 തവണ എന്നെ വധിക്കാൻ ബോംബെറിഞ്ഞ് നടന്നിട്ടുള്ള RSS BJP ആ പാർട്ടിയെക്കുറിച്ച് ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞാൽ ഈ നാട്ടിലെ സുധാകരൻ്റെ എനിക്ക് അൽഷിമേഴ്സ് ഉണ്ട്. അദ്ദേഹത്തിന് എനിക്കൊരു ഓർമ്മക്കുറവുണ്ട്.
എന്തോ ഒരു തകരാറുണ്ട്. ഈ തകരാറും കൊണ്ടെല്ലാം പോയാൽ എങ്ങനെ കോൺഗ്രസിനെ നയിക്കാൻ കഴിയും? ഇങ്ങനെയുള്ള ആളുകൾക്ക് എങ്ങനെ ജനങ്ങൾക്ക് വോട്ട് ചെയ്യാൻ കഴിയും? അതുകൊണ്ട് ആദ്യം സാമാന്യഗതിയിൽ ഒരു നല്ല മനുഷ്യനാകാൻ നോക്കുക, ഒരു നല്ല രാഷ്ട്രീയ നേതാവാകാൻ കഴിയുമെന്ന് പരിശ്രമിക്കുക, മരുന്ന് കൃത്യമായി കഴിക്കുക, ഓർമ്മശക്തി തിരിച്ചു പിടിക്കൂ, സത്യങ്ങളിൽ ഊന്നി നിൽക്കൂ. അതിന് പറഞ്ഞതെന്താ, ഞാൻ ദുബായിൽ പോയി കാര്യം കാണാൻ. ഞാൻ ദുബായിൽ പോകാൻ വർഷങ്ങളായി. ഞാൻ മന്ത്രിയായിരുന്ന അവസരത്തിലാണ് ദുബായിൽ പോയത്. എന്ത് ദുബായിൽ പോകാൻ? ലോക്സഭാ മണ്ഡലം വിധിയെഴുത്തിന് രാവിലെ തന്നെ പ്രമുഖരെത്തിയിരുന്നു. പിണറായി RC അമല BOP സ്കൂളിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ വോട്ട് രേഖപ്പെടുത്തിയപ്പോൾ സ്ഥാനാർത്ഥി MV ജയരാജൻ പെരളശ്ശേരി ഗവൺമെൻറ് HSSലാണ് വോട്ട് ചെയ്തത്. UDF സ്ഥാനാർത്ഥി K സുധാകരൻ കീഴുന്ന സൗത്ത് UP സ്കൂളിലും NDA സ്ഥാനാർത്ഥി C രഘുനാഥ് സെൻറ്റ് മൈക്കിൾസ് AIHSSലാണ് വോട്ട് രേഖപ്പെടുത്തിയത്. തെരഞ്ഞെടുപ്പിൽ BJP രണ്ടാം സ്ഥാനത്ത് പോലും വരില്ലെന്ന് ആവർത്തിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കേന്ദ്രത്തിന്റെ കേരള വിരുദ്ധ വികാരങ്ങൾക്കുള്ള ശക്തമായ താക്കീതാവും ഈ ജനവിധി. കാണാന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ തന്നെ ഒരു സീറ്റ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നില്ല, എവിടെയും രണ്ടാം സ്ഥാനത്ത് ഉണ്ടാവില്ല എന്നുള്ളതല്ലേ. അത് പറഞ്ഞില്ല എന്ന് മാത്രം. തെരഞ്ഞെടുപ്പ് പോലും സംസ്ഥാന സർക്കാരിന്റെ കൂടി വിലയിരുത്തലാകുമോ? തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് എന്താണെന്ന് മനസ്സിലാക്കാൻ ഇതേവരെ കഴിഞ്ഞിട്ടില്ലെങ്കിൽ നിങ്ങളെന്തൊരു മാധ്യമപ്രവർത്തകനാണ്? നിങ്ങൾക്ക് അതുപോലും മനസ്സിലാക്കാൻ കഴിയുന്നില്ല എന്നല്ലേ അതിൻ്റെ അർത്ഥം. ഈ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് രാജ്യത്തിൻ്റെ പ്രവർത്തനങ്ങൾ വിലയിരുത്താനുള്ളതല്ലേ. അതല്ലേ പ്രധാനമായിട്ടും നോക്കുക. ആരെങ്കിലും എന്തെങ്കിലും പറയുന്നിട്ട് അതേപോലെ ചോദിക്കാൻ നിൽക്കലാണോ നിങ്ങൾ വേണ്ടത്? നിങ്ങളൊരു സ്വയബുദ്ധി ചെലവഴിക്കണ്ടേ? നിങ്ങളെ സ്വയബുദ്ധി ചെലവഴിച്ചാൽ ഇത് കേരള സംസ്ഥാനത്തിൻ്റെ പ്രവർത്തനത്തെ വിലയിരുത്താനുള്ള തെരഞ്ഞെടുപ്പാണ്. LDF ജയിക്കും. കണ്ണൂർ പാർലമെൻറ്റ് മണ്ഡലം മാത്രമല്ല, കേരളത്തിലെ മഹാഭൂരിപക്ഷം മണ്ഡലങ്ങളിലും LDF വിജയിക്കുക തന്നെ ചെയ്യും. അതാണ് ജനഹിതം. പോളിംഗ് സമാധാനപരമായിട്ട് തന്നെയാണ് രാവിലെ ആരംഭിച്ചത്. ഞാൻ പെരളശ്ശേരി AKG സ്മാരക ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 78-ാം നമ്പർ പോളിംഗ് സ്റ്റേഷനിലാണ് വോട്ട് ചെയ്തത്. ഞാനും എൻ്റെ കുടുംബാംഗങ്ങളുമെല്ലാം ഒന്നിച്ചു വന്ന് അവർ ക്യൂവിൽ നിന്ന് വോട്ട് ചെയ്ത്, ഞാൻ വോട്ട് ചെയ്തതിന് ശേഷമാണ് നിങ്ങളെ കാണുന്നത്. ഇത് ജനാധിപത്യവും മതനിരപേക്ഷതയും സംരക്ഷിക്കാനും ഒപ്പം MP ഫണ്ട് പാഴാക്കാതെയുള്ള സമഗ്ര വികസനം ലക്ഷ്യമാക്കിയുമുള്ള ജനവിധിയാണ് കണ്ണൂർ പാർലമെൻറ്റ് മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകാൻ പോകുന്നത്. ജനാധിപത്യവും മതനിരപേക്ഷതയും സംരക്ഷിക്കാൻ കോൺഗ്രസ്സിനാവില്ലെന്ന് കോൺഗ്രസിൻ്റെ ചെയ്തികൾ ഓരോ ദിവസം കഴിയുന്തോറും ജനങ്ങളെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. ഞങ്ങൾ തെരഞ്ഞെടുപ്പിൻ്റെ പ്രചാരവേല ആരംഭിച്ച ആദ്യഘട്ടത്തിൽ പറഞ്ഞത് കോൺഗ്രസ്സിനെ വിശ്വസിക്കാൻ കൊള്ളില്ലെന്നാണ്. കോൺഗ്രസ്സുകാരും കോൺഗ്രസിൻ്റെ നിരവധി നേതാക്കന്മാർ കൂട്ടത്തോടെ BJPയിലേക്ക് പോകുന്നതായി അന്ന് തന്നെ ഞങ്ങൾ പറഞ്ഞിരുന്നു. എന്നാൽ തെരഞ്ഞെടുപ്പ് സമയത്തെങ്കിലും അത് ഉണ്ടാവില്ലെന്ന് കരുതിയ കോൺഗ്രസിൻ്റെ അണികൾക്ക് അവരെ നിരാശപ്പെടുത്തിക്കൊണ്ടാണ് നിലവിലുള്ള MPയും KPCC പ്രസിഡൻറ്റുമായ ആളുടെ മുൻ PA പോലും BJPയിലേക്ക് പോയത്. മാത്രമല്ല, സൂറത്തിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി നോമിനേഷൻ തയ്യാറാക്കിയതിലെ പിഴവ് മൂലം അത് തള്ളപ്പെട്ടു. BJP എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ടു. ഉടൻ തന്നെ കോൺഗ്രസ് സ്ഥാനാർത്ഥി BJP ചേരുകയും ചെയ്തു. യഥാർത്ഥത്തിൽ അതൊരു ഒത്തുകളിയാണ്. കോൺഗ്രസ് BJP ഒത്തുകളി രാജ്യത്തിൻ്റെ ചരിത്രത്തിൽ കോൺഗ്രസ്സിനെ നാണം കെടുത്തിയും ജനാധിപത്യ ബോധമുള്ള ജനങ്ങളെ നാണം കെടുത്തിയുമാണ് കോൺഗ്രസിൻ്റെ നോമിനേഷൻ തള്ളപ്പെടുകയും BJP എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തു. അപ്പോൾ ഒരു നോമിനേഷൻ പോലും നേരാമണ്ണം പൂരിപ്പിക്കാത്ത ഒത്തുകളി നടത്തിയ ആ രാഷ്ട്രീയം അത് ജനങ്ങൾ തിരിച്ചറിയും. മാത്രമല്ല, കേരളത്തിലെ കോൺഗ്രസ് പുതിയൊരു പാർട്ടി ഉണ്ടാക്കാൻ പോകുന്നുവെന്നും അത് BJP മുന്നണിയിൽ ചേരുമെന്നും ഈയിടെയാണ് പഴയ കോൺഗ്രസ് നേതാവ് കൂടിയായ ഹേമന്ത് വിശ്വ ശർമ്മ വ്യക്തമാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇതെല്ലാം തെളിയിക്കുന്നത് കോൺഗ്രസ്സിനെ വിശ്വസിക്കാൻ പറ്റില്ലെന്നാണ്. പിന്നെ വികസന വിരുദ്ധരാണ് കോൺഗ്രസ്സുകാർ. അത് KPCC പ്രസിഡൻറ്റിൻ്റെ മുൻ PA തന്നെ സാധൂകരിക്കുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞത് വികസനത്തിൽ ഒട്ടും താല്പര്യമില്ലാത്ത ഒരു MPയാണ് KPCC പ്രസിഡൻറ്റ് എന്നാണ്. അപ്പോൾ അതിൽ നിന്ന് വ്യക്തമാവുന്നത് വികസന വിരുദ്ധ നിലപാട് കോൺഗ്രസിൻ്റെ നേതൃത്വം സ്വീകരിക്കുന്നത് ഈ കാഴ്ചപ്പാടിൻ്റെ അടിസ്ഥാനത്തിലാണ്.
അപ്പോൾ കേവലം അബദ്ധവശാൽ പറ്റുന്നതല്ല. ആകെ MP ഫണ്ട് ലഭിച്ചതിൻ്റെ 1/5 പോലും തുക ചെലവാക്കാൻ കഴിഞ്ഞില്ലെന്ന പ്രശ്നം വികസനത്തോട് ഒട്ടും താല്പര്യമില്ലാത്തത് കൊണ്ട് സംഭവിക്കുന്നതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. വലിയ ഒരു സ്ഥാപനം ഷെയർ ചെയ്ത് കൊടുത്തില്ലേ? ഒരു ചുമ്മാ കൊടുത്തതാ? അല്ലല്ലോ. പറയുമ്പം ഒന്നിന്റെ ഒരു ക്ലാരിറ്റി വേണം. അദ്ദേഹം പറയുന്നതിനോട് ഞനക്ക് അദ്ദേഹത്തെ പ്രതികൂട്ടിക്കരി നിർത്തണമെന്ന് താല്പര്യമില്ല. ഞാൻ അറിഞ്ഞ യാഥാർത്ഥ്യം ഞാൻ എക്സ്പോസ് ചെയ്ത് പുറത്തു പറഞ്ഞു എന്നല്ലാതെ എന്റെ ഭാഗത്തുനിന്ന് ആഡ് ചെയ്തോ അല്ലെങ്കിൽ അദ്ദേഹത്തെ ഒന്ന് നാറ്റിക്കളയാൻ വിചാരിച്ചിട്ടൊന്നുമില്ല. ഞാൻ പറഞ്ഞത് പിന്നെ അങ്ങനെ അലിഗേഷൻസ് വന്നപ്പോഴുണ്ടായ ആ സാഹചര്യത്തിൽ അദ്ദേഹം ഒന്നും സംസാരിക്കാതിരിക്കുന്ന ചുറ്റുപാടിൽ ഞാൻ പ്രതികരിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ എനിക്ക് ഇൻഫർമേഷൻ കിട്ടിയതൊക്കെ യാഥാർത്ഥ്യമാണ്. ആ ഇൻഫർമേഷൻസ് ഒക്കെ സത്യസന്ധമാണ് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അതിന് എന്ത് പ്രശ്നം ഉണ്ടായാലും നിയമ നടപടി എടുക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഒരു പ്രശ്നമില്ല, നിയമ നടപടി എടുത്തോട്ടെ. അദ്ദേഹം തന്നെ പറഞ്ഞല്ലോ, കണ്ടു വന്നു എന്നൊക്കെ പറഞ്ഞല്ലോ. അതിന്റെ അപ്പുറത്തല്ലേ നിയമമുള്ളൂ, കുഴപ്പമൊന്നുമില്ല. EP ജയരാജൻ ഇന്നലെ പറഞ്ഞത് താങ്കൾ സ്ഥിരം കഴിക്കുന്ന മരുന്ന് കഴിക്കാത്തതാണ് തനിക്കെതിരെ. അതെ, മരുന്ന് കഴിക്കാത്തത് കൊണ്ട് ഞാനല്ല കിടക്കുന്നത് അദ്ദേഹം ആ സ്ഥിരമായിട്ട് ഇപ്പൊ കിടക്കുന്നു. ഞാൻ എവിടെയും കിടക്കുന്നൊന്നുമില്ല. എനക്ക് സുഖവും എനക്ക് മരുന്നൊന്നുമില്ല. മുഖ്യമന്ത്രി പറഞ്ഞത് ജയരാജന് ചില കൂട്ടുകെട്ട് ദോഷമാണ്. അല്ല, അത് ഞങ്ങൾ പറഞ്ഞല്ലോ, CPM-ന്റെ നേതാവല്ലേ പറഞ്ഞല്ലേ. മുഖ്യമന്ത്രി, കേരളത്തിന്റെ മുഖ്യമന്ത്രിയല്ലേ പറഞ്ഞത്. സത്യത്തിൽ അത് തന്നെയാണ് അവർ തമ്മിലുള്ള തർക്കവും. ഇദ്ദേഹം പോകാൻ ആലോചിക്കുന്നത് അതിന്റെ അകത്തുള്ള ഈ പറയുന്ന എനിമിറ്റിയാണ്. മുഖ്യമന്ത്രിയും ഇവരും തമ്മിൽ എനിമിറ്റിയാണ്. പല കാര്യങ്ങളിലും ജയരാജനെ കൺസിഡർ ചെയ്തില്ല എന്ന കാര്യത്തിൽ അദ്ദേഹത്തിന് പരാതിയുണ്ട്. ആ പരാതി പാർട്ടിയുടെ ഫോറത്തിൽ പോലും പറഞ്ഞിരിക്കുന്നു. ആ പറഞ്ഞതിനൊന്നും പരിഹാരം ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ മായ്ച്ചു കളയാത്ത ഒരു പ്രതികാരം അദ്ദേഹത്തിന്റെ മനസ്സിലുണ്ട്. അതാണ് ഇതിന്റെയൊക്കെ അടിസ്ഥാന കാരണം. രാവിലെ 7 മണിക്ക് തന്നെ എൻ്റെ വോട്ട് ഞാനിവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. കുടുംബാംഗങ്ങളോടൊപ്പമാണ് ഞാൻ വന്നത്. എന്തായാലും വളരെ ശുഭപ്രതീക്ഷയിലാണ് ഞാനിവിടെ നിൽക്കുന്നത്. വിജയത്തിൽ കുറഞ്ഞതൊന്നും തന്നെ ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. ആളുകളുടെ സമീപനത്തിൽ നിന്ന് എല്ലാം കൊണ്ടും NDA ആദ്യമായി കണ്ണൂരിൽ താമര വിരിയിക്കും എന്നാണ് എൻ്റെ വിശ്വാസം. സംസ്ഥാനത്ത് മുഴുവൻ കനത്ത പോളിംഗ് ആയിരിക്കും ഇത്തവണ ഉണ്ടാവുക. ഇടത് വലത് പ്രസ്ഥാനങ്ങളുടെ രാഷ്ട്രീയ തട്ടിപ്പിനെതിരെ കേരളത്തിലെ ജനങ്ങൾ പൊതുവെ ഒരു തീരുമാനമെടുത്തായിട്ടാണ് ഈ തെരഞ്ഞെടുപ്പിൽ എനിക്ക് തോന്നുന്നത്. കാരണം ജനങ്ങളുടെ വോട്ട് ചെയ്യാനുള്ള താല്പര്യം കാണുമ്പോഴും കേരളത്തിൽ NDAക്ക് അനുകൂലമായി ഒരു തരംഗമുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഇതുവരെ ഇല്ലാത്ത രീതിയിൽ NDAയുടെ പ്രവർത്തകന്മാർ, BJPയുടെ പ്രവർത്തകന്മാർ വളരെ സജീവമായി ബൂത്തുകളിലുണ്ട്. ഇന്നലെ രാത്രി മുതൽ ബൂത്ത് കെട്ടി അവരുടേതായ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവരും വളരെ സജീവമായി നിൽക്കുമ്പോഴും BJPക്ക് അനുകൂലമായ, NDAക്ക് അനുകൂലമായ ഒരു തരംഗം കണ്ണൂരിൽ ആവർത്തിക്കും. അത് കേരളത്തിലും ഉണ്ടാകും. നരേന്ദ്രമോദിജിയുടെ 10 വർഷക്കാലത്തെ ഭരണം നമുക്ക് ഏറെ ഗുണം ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഒരു പ്രതിഫലനം എന്നുള്ള രീതിയിൽ വോട്ടർമാരുടെ സ്വാധീനം, വോട്ടർമാർ അതെങ്ങനെ കാണുന്നു എന്നതിൻ്റെ തെളിവാണ് രാവിലെ തന്നെ ഇവിടെ കൂടിയിരിക്കുന്ന ആളുകൾ. എല്ലാവരും എനിക്ക് വോട്ട് ചെയ്യും എന്ന് തന്നെയാണ് വിശ്വാസം. വിദ്യാഭ്യാസ മേഖലയിൽ പുത്തൻ കാൽവെപ്പുമായി ABC ഗ്രൂപ്പ്. തൊഴിലധിഷ്ഠിത കോഴ്സുകളുടെ വിശാലമായൊരു ലോകം തന്നെയാണ് വിദ്യാർത്ഥികൾക്കായി ABC ഗ്രൂപ്പ് തുറന്നു വയ്ക്കുന്നത്. പുതിയ സംരംഭത്തിൻ്റെ ബ്രാൻഡ് പ്രകാശനവും ലോഗോ പ്രകാശനവും തളിപ്പറമ്പ് ABC ഹൗസിൽ വെച്ച് നടന്നു. ഉയർന്നു വരുന്ന തൊഴിൽ ദാതാക്കൾക്ക് മികച്ച ഉദ്യോഗാർത്ഥികളെ നൽകുകയാണ് ക്യാമ്പസിൻ്റെ ലക്ഷ്യം. ഇന്ന് മുഖ്യമായി വെയർഹൗസ് മാനേജ്മെന്റ് സോഫ്റ്റ്വെയർ ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് ഒരു വെയർഹൗസിൽ പ്രോഡക്റ്റുകൾ എങ്ങനെ മാനേജ് ചെയ്യണം എന്നുള്ള രീതിയിലും അതിന്റെ സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് ഉൾപ്പെടെ നമുക്ക് ഫുഡ് സപ്ലൈ ചെയിനൊക്കെ ഇപ്പം നിലവിൽ അറിയാവുന്നതാണ്. അപ്പോൾ സ്വിഗ്ഗി, സൊമാറ്റോ പോലുള്ള ഡെലിവറി സിസ്റ്റംസിന് നമുക്ക് അറിയാവുന്ന പോലെ തന്നെ മെറ്റീരിയലൈസേഷൻ ആയിരിക്കും. അപ്പോൾ ആ രീതിയിലുള്ള കോഴ്സസ് ആണ് ഇനി വരാൻ വേണ്ടി പോകുന്ന കോഴ്സസ്. അതേപോലെ തന്നെ ഇന്റീരിയർ ഡിസൈൻ രംഗത്ത് നമ്മളിപ്പോൾ കൺസ്ട്രക്ഷൻ രംഗത്തും അതേപോലെ തന്നെ ഇന്റീരിയർ രംഗത്തൊക്കെ പ്രവർത്തിക്കുന്ന ഗ്രൂപ്പായതുകൊണ്ട് തന്നെ ഇന്റീരിയർ ഡിസൈനിങ്ങിലുള്ള കോഴ്സുകൾ നമ്മൾ രൂപകൽപ്പന ചെയ്തു വരുന്നു. അതുപോലെ തന്നെ മൾട്ടിമീഡിയ ആൻഡ് ആനിമേഷൻ രംഗത്ത് തന്നെ ഇതൊക്കെ തന്നെ
നിലവിൽ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്ന സ്കില്ലും അതേപോലെ തന്നെ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടായിട്ട് ഒരു പറ്റ സ്ഥാപനങ്ങൾ നമ്മുടെ ചുറ്റുപാടൊക്കെ ഉണ്ട്. പക്ഷെ അതെല്ലാം തന്നെ കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള ഗ്ലോബൽ സ്റ്റാൻഡേർഡ്സിലുള്ള അല്ലെങ്കിൽ ഇൻഡസ്ട്രി റെഡി ആയിട്ടുള്ള ലെവലിലുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇതൊക്കെ ഇനിഷ്യേറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത് എംപ്ലോയ്മെന്റ് എന്ന എൻഷുർ ചെയ്തുകൊണ്ട് തൊഴിലധിഷ്ഠിത കോഴ്സുകൾ കണ്ടക്ട് ചെയ്ത് ഇൻഡസ്ട്രി നിലവിൽ നടക്കുന്ന പിന്നെ ഇപ്പോഴത്തെ അറ്റ്പാർ എന്താണ്. ഇപ്പൊ നമുക്ക് ഓരോ ഇൻഡസ്ട്രിക്കും അതിൻ്റെതായ സമയബന്ധിതമായ ഒരു ഡൈനാമിക്സ് ഉണ്ടെന്നുള്ളതാണ്. ശരിക്കും നമ്മൾ പഠിച്ചപ്പോൾ 5 കൊല്ലം മുമ്പ് പഠിച്ച കാര്യങ്ങൾ ഇപ്പോൾ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി നോക്കുമ്പോണ്ടാകുന്ന ഡിഫറൻസ് പോലെ തന്നെ ഇൻഡസ്ട്രി അറ്റ്പാറായിട്ട് പ്രവർത്തിക്കാൻ ഒരു ഇടം കൂടി കൊടുത്ത് അപ്പോൾ ഇപ്പോഴത്തെ നിലവിലുള്ള ഇൻഡസ്ട്രിയുടെ ക്യാരക്ടറിനും അതേപോലെ തന്നെ എക്കോസിസ്റ്റത്തിനും അനുസരിച്ചിട്ട് ഉദ്യോഗസ്ഥർക്കുള്ള ഡെവലപ്പ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു അക്കാഡമിയാണ് നമ്മളുടെ ലക്ഷ്യം. ABC കോർപ്പറേറ്റ് ഓഫീസിനോട് ചേർന്നൊരുക്കുന്ന വിശാലമായ ക്യാമ്പസിൽ അതിനൂതനവും കാലാനുസൃതവുമായ തൊഴിലധിഷ്ഠിത കോഴ്സുകൾ, അത്യാധുനിക പഠന സംവിധാനങ്ങൾ, ഓരോ മേഖലയിലും അനുഭവ സമ്പത്തുള്ള അധ്യാപകരും പരിശീലകരും ക്യാമ്പസിലുണ്ടാകും. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉൾപ്പെടെയുള്ള ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗപ്പെടുത്തിയുള്ള പഠനരീതി, തൊഴിൽ പരിശീലനം തുടങ്ങിയവ വിദ്യാർത്ഥികൾക്ക് പുത്തൻ അനുഭവമായിരിക്കും. വ്യക്തിത്വ വികസനം, ഭാഷാ നൈപുണ്യം തുടങ്ങിയവയ്ക്ക് പ്രത്യേക ഊന്നൽ നൽകിക്കൊണ്ടുള്ള പരിശീലന രീതിയാണ് സംരംഭം അവലംബിക്കുന്നതെന്ന് ABC ഗ്രൂപ്പ് മാനേജിംഗ് ഡയറക്ടർ മുഹമ്മദ് മദനി വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ABC ഗ്രൂപ്പ് ഫൗണ്ടർ ഡയറക്ടർമാരായ KN ജുനൈദ്, അബ്ദുൾ വാഹിദ്, ഡയറക്ടർ മുഹമ്മദ് തസ്ലീം എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്. മലബാർ ഗോൾഡൻ ഡയമണ്ട്സിന് കണ്ണൂരിൽ നവീകരിച്ച പുതിയ ഷോറൂം. ലോകോത്തര നിലവാരത്തിൽ നവീകരിച്ച കണ്ണൂർ ഷോറൂമിന്റെ ഉദ്ഘാടനം പുരാവസ്തു മ്യൂസിയം രജിസ്ട്രേഷൻ വകുപ്പ് മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ നിർവഹിച്ചു. പുതിയ ഡിസൈനുകളിലുള്ള ബ്രൈഡൽ പാർട്ടി വെയർ, നിത്യോപയോഗത്തിനുള്ള ആഭരണങ്ങൾ എന്നിവയ്ക്കു പുറമെ ഏതു പ്രായത്തിലുള്ളവർക്കും ഏതവസരത്തിലും ഉപയോഗിക്കാവുന്നതും വിവിധ സംസ്കാരങ്ങൾക്ക് അനുയോജ്യവുമായ വിപുലവും ആകർഷകവുമായ ആഭരണ ശേഖരം നവീകരിച്ച പുതിയ മലബാർ ഗോൾഡൻ ഡയമണ്ട്സിന്റെ ഷോറൂമിൽ ലഭ്യമാണ്. ഫെയർ പ്രൈസ് പ്രോമിസിന് ഉപഭോക്താക്കൾക്കിടയിൽ മികച്ച പ്രതികരണവുമാണ് ലഭിക്കുന്നത്. കേവലം 2.5% മുതൽ പണിക്കൂലിയിൽ വൈവിധ്യമാർന്ന ആഭരണങ്ങൾ ഉപഭോക്താക്കൾക്ക് സ്വന്തമാക്കാം. മലബാർ ഗോൾഡൻ ഡയമണ്ട്സിലെ സ്വർണത്തിന് രാജ്യത്ത് എവിടെയും ഒരേ വിലയാണ് കമ്പനി ഈടാക്കുന്നതും. സ്വർണ്ണാഭരണങ്ങളുടെ കൃത്യമായ പണിക്കൂലിയും സ്റ്റോൺ വെയിറ്റ്, നെറ്റ് വെയിറ്റ്, സ്റ്റോൺ ചാർജ് എന്നിവയും രേഖപ്പെടുത്തിയ സുതാര്യമായ പ്രൈസ് ടാഗ്, ആഭരണങ്ങൾക്ക് ആജീവനാന്ത ഫ്രീ മെയിന്റനൻസ്, പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റിവാങ്ങുമ്പോൾ സ്വർണത്തിന് 100% മൂല്യം, ആഭരണങ്ങൾക്ക് BIS ഹോൾമാർക്കിംഗ്, ഗുണനിലവാരം സാക്ഷ്യപ്പെടുത്തിയ IGI, GIA സർട്ടിഫൈഡ് ഡയമണ്ടുകൾ, എല്ലാ ആഭരണങ്ങൾക്കും ബൈബാക്ക് ഗ്യാരണ്ടി എന്നിവയെല്ലാം കമ്പനിയുടെ ഓഫറുമാണ്. ഉപഭോക്താക്കൾക്ക് ഹൃദ്യമായ ഷോപ്പിംഗ് അനുഭവങ്ങൾ നൽകുന്നതിനായി വിശാലമായ സൗകര്യങ്ങളോട് കൂടിയ പുതിയ കെട്ടിടത്തിലേക്ക് മാറുന്ന ചടങ്ങിന്റെ ഉദ്ഘാടന ചടങ്ങിൽ കണ്ണൂർ കോർപ്പറേഷൻ മേയർ മുസ്ലിഫ് മഠത്തിൽ, കണ്ണൂർ കോർപ്പറേഷൻ ഡെപ്യൂട്ടി മേയർ അഡ്വക്കേറ്റ് ഇന്ദിര, എഡ്യൂക്കേഷണൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സുരേഷ് ബാബു എളിയാവൂർ, വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ പ്രസിഡന്റ് ദേവസ്യ മേച്ചേരി, മലബാർ ഗ്രൂപ്പ് ചെയർമാൻ MP അഹമ്മദ്, ഇന്ത്യൻ ഓപ്പറേഷൻസ് MD O അഷർ, ഗ്രൂപ്പ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ നിഷാദ് AK, കോർപ്പറേറ്റ് ഹെഡ് അബ്ദുൾ ജലീൽ, റീജിയണൽ ഹെഡ് സുബൈർ MP, സോണൽ ഹെഡ് ജാസിർ തണ്ടോറ, കണ്ണൂർ ഡെപ്യൂട്ടി ഷോറൂം ഹെഡ് അബൂബക്കർ സിദ്ദിഖ്, മറ്റ് മാനേജ്മെന്റ് അംഗങ്ങൾ എന്നിവരും പങ്കെടുത്തു. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ആദ്യ വിൽപ്പന നടന്നു.
ആഭരണങ്ങൾക്ക് ന്യായമായ പണിക്കൂലി എന്നീ 10 പ്രോമിസുകളാണ് മലബാർ ഗോൾഡൻ ഡയമണ്ടുകൾ ഉപഭോക്താക്കൾക്കായി നൽകുന്നത്. വിവാഹ പർച്ചേസുകൾക്ക് പ്രത്യേക ആനുകൂല്യങ്ങളും സ്വർണത്തിന്റെ വിലവർദ്ധനവിൽ നിന്നും രക്ഷ നേടാനായി വിലയുടെ 3% മുതൽ നൽകി മുൻകൂർ ബുക്ക് ചെയ്യാനുള്ള സൗകര്യവും മലബാർ ഗോൾഡൻ ഡയമണ്ട്സിലുണ്ട്. മലബാർ ഗോൾഡൻ ഡയമണ്ട്സിന്റെ ലാഭത്തിന്റെ 5% സാമൂഹ്യ പ്രതിബദ്ധതാ പദ്ധതിയുടെ ഭാഗമായുള്ള പ്രവർത്തനങ്ങൾക്കായി ചെലവഴിക്കുന്നുമുണ്ട്. മലബാർ ഗോൾഡൻ ഡയമണ്ട്സിന് 13 രാജ്യങ്ങളിലായി 350-ലധികം ഷോറൂമുകളുമുണ്ട്. പതിറ്റാണ്ടായി കണ്ണൂർ 2.5 പതിറ്റാണ്ടിലധികമായി തലശ്ശേരി വളരെ സ്നേഹവും ബഹുമാനവും അംഗീകാരത്തിൽ ഞങ്ങൾ 2 കൈയ്യും വേണ്ടി സ്വീകരിച്ച ജനങ്ങളാണ്. ഇന്നവരുണ്ട്, കൊല്ലൂരിൽ 4 ഷോറൂമുണ്ട്. എല്ലാവരും വളരെ സ്നേഹവും അംഗീകാരമൊക്കെ മലബാർ ഗോൾഡിൽ തരുന്നുണ്ട്. കാരണം ഞങ്ങൾ അവരോടുള്ള എല്ലാ കമ്മിറ്റ്മെൻറ്റുകളും തുടക്കുന്നത് ഇന്നവരെ പാലിച്ചിട്ടുണ്ട്. ക്വാളിറ്റി ഒരു തരത്തിലും കോംപ്രമൈസ് ഇല്ല. ഇതോടെ വാരാന്ത്യം പൂർണ്ണമാകുന്നു. നമസ്കാരം.